നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഇന്ധന ചില്ലറ വിൽപ്പന ശൃംഖലയായ നയര എനർജി കേരളത്തിൽ പെട്രോൾ, ഡീസൽ വിലയിൽ വൻ വർധനവ് വരുത്തി. പെട്രോളിന് ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് ഒറ്റയടിക്ക് വർധിപ്പിച്ചത്. ഇതോടെ സംസ്ഥാനത്തെ നയര പമ്പുകളിൽ പെട്രോൾ വില 111.08 രൂപയായും ഡീസൽ 97.84 രൂപയായും ഉയർന്നു. എന്തുകൊണ്ട് വില കൂടുന്നു? പുറം രാജ്യങ്ങളിലെ പ്രതിസന്ധി. നയര എനർജിയുടെ ഉടമസ്ഥാവകാശത്തിൽ വലിയൊരു പങ്ക് റഷ്യൻ എണ്ണ ഭീമന്മാരായ റോസ്നെഫ്റ്റിനാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ എണ്ണയ്ക്ക് മേൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഏർപ്പെടുത്തിയ ഉപരോധങ്ങളും ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടാകുന്ന ചാഞ്ചാട്ടവുമാണ് ഇത്തരം സ്വകാര്യ കമ്പനികളെ ബാധിക്കുന്നത്. ഇന്ത്യ പ്രധാനമായും എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യ, ഇറാഖ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില ഉയരുമ്പോൾ സബ്സിഡി പരിരക്ഷയില്ലാത്ത നയരയെപ്പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ലാഭവിഹിതം നിലനിർത്താൻ വില കൂട്ടുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. പൊതുമേഖലാ കമ്പനികൾക്ക് സർക്കാർ തലത്തിലുള്ള നിയന്ത്രണങ്ങൾ ഉള്ളതിനാലാണ് അവിടെ വില വർധിക്കാത്തത്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഇന്ധനമേകി നയര രാജ്യത്തിന്റെ വർധിച്ചുവരുന്ന ഊർജ്ജ ആവശ്യകതയ്ക്ക് ഇന്ധനം നൽകാൻ പ്രതിജ്ഞാബദ്ധമായ നയര എനർജി നിലവിൽ ഇന്ത്യയിലുടനീളം 6800-ലധികം പെട്രോൾ പമ്പുകളുമായി ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നു. പഴയ എസ്സാർ ഓയിൽ രൂപമാറ്റം പ്രാപിച്ച് നയരയായതോടെ ഹിന്ദിയിലെ നയ, ഈജിപ്ഷ്യൻ സൂര്യദേവനായ രാ എന്നിവ ചേർന്ന് പുതിയ ഉദയം എന്നർത്ഥം. ഇന്ധന വിതരണ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് കമ്പനി കൊണ്ടുവന്നത്. ദേശീയ പാതകളിലും നഗരങ്ങളിലും മാത്രമല്ല, സേവനം കുറഞ്ഞ ഉൾനാടൻ വിപണികളിലും കണക്ടിവിറ്റി വർധിപ്പിച്ചുകൊണ്ട് രാഷ്ട്രനിർമ്മാണത്തിൽ പങ്കാളികളാകാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലുടനീളം പുതിയ ഡീലർഷിപ്പുകളെ കമ്പനി ക്ഷണിച്ചിട്ടുണ്ട്. ഗുണനിലവാരവും ആധുനിക സേവനങ്ങളും ഉറപ്പായ അളവും ഗുണമേന്മയും വിതരണം ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ മികച്ചതാണെന്ന് ഉറപ്പാക്കാൻ ആനുകാലികവും അപ്രതീക്ഷിതവുമായ പരിശോധനകൾ പമ്പുകളിൽ നടത്തുന്നു. ഇന്ധനേതര സേവനങ്ങൾ, കൺവീനിയൻസ് സ്റ്റോറുകൾ, കാർ കെയർ സൊല്യൂഷനുകൾ, വൃത്തിയുള്ള ടോയ്ലറ്റുകൾ, ക്ലീൻ ടോയ്ലറ്റ്സ് എന്നിവ നയര പമ്പുകളുടെ പ്രത്യേകതയാണ്. സാങ്കേതികവിദ്യ, ചാറ്റ്ബോട്ടുകൾ, കൃത്രിമ ഇന്റലിജൻസ് (AI) എന്നിവയിലൂടെ ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്തുന്നു. വലിയ ഡീസൽ ഉപഭോക്താക്കൾക്കായി ഫ്ലീറ്റ് പ്ലസ് എന്ന മൊബൈൽ പ്രോഗ്രാമും കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. ആഗോളതലത്തിലെ എണ്ണ വിതരണ ശൃംഖലയിലുണ്ടാകുന്ന തടസ്സങ്ങൾ പരിഹരിക്കപ്പെടാത്ത പക്ഷം സ്വകാര്യ പമ്പുകളിൽ ഇനിയും വില വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ.